ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈവനിങ് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? പഴം നിറച്ചതാണ്. എല്ലാവർക്കും അറിയുന്നൊരു സംഭവമായിരിക്കും. ഇവള് വലിയ കാര്യമായിട്ട് പറയാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു സംഭവം എന്നല്ല, എന്നാലും ഒരു മുഖ്യ ഒരു ഒരു പലഹാരമാണിത്. നോമ്പിനൊക്കെ എല്ലാ വീട്ടിലൊക്കെ കാണാം. അങ്ങനെ ഞാൻ അതിനുള്ള പണിയൊക്കെ എടുക്കുകയാണ്. തേങ്ങ പൊളിച്ച് അത് പൊട്ടിച്ച് ചിരവിയൊക്കെ റെഡിയാക്കണമല്ലോ. സംഭവം സിമ്പിളാണ്, പക്ഷേ ഞാനിതിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതും കൊണ്ട് കുറച്ച് ലാഗായിട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ കുടിച്ച് കഴിഞ്ഞാലാട്ടോ ഞാൻ പണിയൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഞാനിതാ തേങ്ങയൊക്കെ ചിരവി കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്, പിന്നെ പഴം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് വീട്ടിലൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. 4 പഴം, അങ്ങനെ 4 പഴം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ അതിൻ്റെ അനുസരിച്ചുള്ള ആവശ്യാനുസരണമൊക്കെ എടുക്കട്ടോ. അങ്ങനെ ഇതാ ഞാൻ നടു കീറിയായിട്ട് എടുക്കുന്നത്. നടു കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ അത് ഒന്നിൽ നിറച്ചാൽ മതിയല്ലോ, പിന്നെ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ, കട്ട് ചെയ്യണ്ട. ആ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ അത് വറുക്കാനുള്ള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയായിട്ട് മുക്കി പൊരിക്കുന്നൊന്നുമില്ല. അങ്ങനെ പൊരിക്കുന്ന ടൈപ്പൊക്കെ ഉണ്ട്, എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ചൂടൊക്കെ പോയിട്ട് കൂളായിട്ട് നിറയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഈവനിങ് മക്കൾ പുറത്തുനിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഞാനിതാ ഏകദേശം കുറച്ചൊന്ന് ഒരു ഓവർ പഴുത്ത പഴമല്ല, ഓവർ പച്ച പഴമല്ലാത്തൊരു പഴമിട്ടത്. എന്നാലും ചെറിയ കുത്തലൊക്കെ വരും തോന്നുന്നു, കാരണം അത്ര അങ്ങോട്ട് പഴുത്ത് വന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പാനിൽ തന്നെ തേങ്ങ വറുക്കാനുള്ള നെയ്യൊക്കെ ഇട്ട്, കിസ്മിസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ അടുത്ത് കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല. അങ്ങനെ ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്കുള്ള പഞ്ചസാര, ഏലക്കായ അതൊക്കെ വേണം. അപ്പോൾ പഞ്ചസാരയിൽ ഏലക്കായ ഇട്ട് പൊടിച്ചാൽ നല്ലോണം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഞാൻ ആ ഒരു ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലർ കുത്തിയിടുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ പഞ്ചസാരയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചത്. അങ്ങനെ ഞാൻ അതിൽ പഞ്ചസാര ഇട്ടു. അതിൻ്റെ ബാലൻസ് പഞ്ചസാര ഉണ്ടായിരുന്നു. നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ, അപ്പോൾ ആ കട്ടൻ ചായയിൽ ഇടാമല്ലോ. അപ്പം ചായക്ക് വേറെ ടേസ്റ്റ് ആവുമല്ലോ, ഏലക്കായിട്ട് ചായ വേറെ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. കാരണം ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ചിലർ അത്ര ഫ്രൈ ഒന്നും ആക്കൂല കടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ച് ഇത് ഒന്ന് ആറി തണുക്കണമല്ലോ. അപ്പോൾ ആറി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ പഴമൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്ത് ഇത് നിറയ്ക്കാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത്. ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചൂടാറി ഞാൻ ഓരോന്ന് ജസ്റ്റ് നടു കീറിയെടുത്ത് വെച്ചിട്ട് ആ ഓപ്പണിൽ ഇതൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്ത് ഓരോന്നോരോന്ന്. അങ്ങനെ ഈവനിങ് സ്നാക്കായിട്ട് ഞാനൊക്കെ ഇതാണ് ഉണ്ടാക്കിയതെന്ന്. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.